എല്ലാ സീറ്റുകളിലും ഇടത് തരംഗമായിരിക്കും. 2004 2024 അക്കത്തിൽ വ്യത്യാസം, നടുവിലൊരു 2 ഉണ്ട് എന്നുള്ളത് മാത്രമാണെങ്കിൽ 2004 വെർഷൻ 2 ആണ് 2024. അല്ല, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ്. ലീഗിന് 3 സീറ്റ് കൊടുക്കണോ 4 സീറ്റ് കൊടുക്കണോ, 20 കൊടുക്കണോ, അല്ലെങ്കിൽ 20 കോൺഗ്രസ് മത്സരിക്കണമെന്നൊക്കെ ആ മുന്നണിയാണ് തീരുമാനിക്കുക. അതിലിപ്പോൾ കയറി അഭിപ്രായം പറയുന്നതിനോട് എനിക്ക് എന്തായാലും താല്പര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ 2004 ആവർത്തിക്കുന്ന ഫലമായിരിക്കും. കേരളത്തിലെ 20 സീറ്റിലും. കേരളം 2004 ചിന്തിച്ചത് എങ്ങനെയാണ്? BJPയുടെ നേതൃത്വത്തിൽ, വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ 5 വർഷം ഭരിച്ചു. ഇനി അവർ വരാതിരിക്കാൻ, BJPയുടെ രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ അംഗബലം പരമാവധി വർദ്ധിപ്പിക്കണം. ഇതായിരുന്നു ചിന്തിച്ചത്. 2019 കേരളം എങ്ങനെയാണ് ചിന്തിച്ചത്? അന്നൊരു പ്രചരണം നടന്നു. ഒറ്റക്കക്ഷിക്കുള്ള ടൈറ്റ് കോമ്പറ്റീഷനാണ് BJPയും കോൺഗ്രസും തമ്മിൽ. ആരാകും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി? അതിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ്. കേരളത്തിൽ കോൺഗ്രസിനൊരു സീറ്റ് തോറ്റാൽ അത് BJP ഒറ്റക്കക്ഷിയാവാനുള്ള സാധ്യത വരും. ഇതായിരുന്നു പ്രചരണം. ആ പ്രചരണത്തിൽ വീണുപോയി ഞങ്ങളോട് സ്നേഹമുള്ള പലരും ഔട്ട് ബൂത്തിൽ ഞങ്ങളുടെ സ്ലിപ്പ് വാങ്ങി ആ സ്നേഹം നിലനിർത്തിക്കൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ 2019 വോട്ട് ചെയ്തു. അത് ഈ പ്രചരണത്തിൽ പെട്ടുപോയിട്ടാണ്. എന്നാൽ അനുഭവത്തിൽ നിന്ന് അവർ പഠിച്ചു. കോൺഗ്രസ് പാർലമെൻറ്റിൽ ഇവിടെ വിജയിച്ചു വന്ന MP-മാർ മിണ്ടിയിട്ടില്ല. BJPക്കെതിരെ ഒന്നും മിണ്ടാൻ തയ്യാറായിട്ടില്ല. പാർലമെൻറ്റിൻ്റെ പുറത്തും കോൺഗ്രസ് നിലപാടെടുത്തിട്ടില്ല. ഇത് ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് 2019 സാഹചര്യം മാറി. 2024 2004 സമാനമാണ് കേരളത്തിലെ വിധി വരാൻ വേണ്ടി പോകുന്നത്. ഇടതുപക്ഷ MP-മാരുടെ എണ്ണം വർദ്ധിപ്പിക്കുക, BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ ഓരോ സ്റ്റേറ്റിലും മത്സരിക്കും. ഇപ്പോൾ UP-യിൽ BJP നേരിട്ട് ഏറ്റുമുട്ടുന്നത് കോൺഗ്രസിനോടല്ല, സമാജ്വാദി പാർട്ടിയാണ്. ബീഹാർ എടുത്താലും മഹാരാഷ്ട്ര എടുത്താലും പശ്ചിമ ബംഗാൾ എടുത്താലും തമിഴ്നാട് എടുത്താലും ഒക്കെ നമുക്ക് കാണാം. കോൺഗ്രസ് ഉള്ള ചില സംസ്ഥാനങ്ങളുണ്ട് BJP നേരിട്ട് ഏറ്റുമുട്ടുന്നത്. BJPയുമായി കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്നിടത്ത് കോൺഗ്രസ് ജയിക്കട്ടെ. എന്നാൽ ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന BJP മത്സരിക്കുന്ന സീറ്റുകളിലും കോൺഗ്രസ് അല്ല പ്രധാന എതിരാളി. പ്രധാന രാഷ്ട്രീയം ശക്തമായി പറയുന്നതും കോൺഗ്രസ് അല്ല. BJP വിരുദ്ധ രാഷ്ട്രീയം ആ സംസ്ഥാനങ്ങളിൽ അതിശക്തമായി പറയുന്നത് കോൺഗ്രസ് അല്ല. കേരളം എടുത്താൽ കേരളത്തിൽ ശക്തമായി BJP വിരുദ്ധ രാഷ്ട്രീയം പറയുന്നത് ഇടതുപക്ഷമാണ്. അതുകൊണ്ട് LDFനെ പരമാവധി വിജയിപ്പിക്കുക, പാർലമെൻറ്റിൽ ശക്തമായ ശബ്ദമായി LDFനെ മാറ്റുക. നിങ്ങൾ നോക്കൂ, അംഗങ്ങൾ കുറവാണ്, എന്നാൽ രാജ്യസഭയിലൊക്കെ പെർഫോമൻസ് സഖാവ് എളമരം കരീം എത്ര മനോഹരമായിട്ടാണ് രാജ്യസഭയിൽ BJPക്കെതിരെയുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ രാജ്യസഭ സ്പീച്ച് എടുത്ത് നോക്കിയാലും നമുക്ക് കാണാം. സഖാവ് ജോൺ ബ്രിട്ടാസിൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ നോക്കൂ. അതുപോലെ ഏതെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് MP-മാർ BJPക്കെതിരെ ശബ്ദിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഇത് പൊതുവേ ജനങ്ങൾ ചിന്തിക്കുന്നു. 2004 2024 അക്കത്തിൽ വ്യത്യാസം, നടുവിലൊരു 2 ഉണ്ട് എന്നുള്ളത് മാത്രമാണെങ്കിൽ 2004 വെർഷൻ 2 ആണ് 2024. നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, നമുക്ക് കാണാം ഈ എല്ലാ സീറ്റുകളിലും ഇടത് തരംഗമായിരിക്കും. ഇത് പൊതുവേ വിലയിരുത്തി കഴിഞ്ഞാൽ, അതുകൊണ്ട് ഈ തർക്കം UDFനകത്തുള്ള തർക്കമൊന്നുമില്ല. നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം രാഷ്ട്രീയ വിഷയങ്ങളാണ്. ആ നിലയിൽ ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പൊതു ട്രെൻഡ്. വടകര കോഴിക്കോടിൻ്റെ ഒരു ചുമതല ഏൽപ്പിക്കപ്പെട്ട ഒരാളെന്നുള്ളത് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. ഈ 2 സീറ്റും നല്ല വോട്ടിന് തവണ ജയിക്കും. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നിങ്ങൾ എടുത്തു നോക്കൂ. കോഴിക്കോട് വടകര വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചത്. അതിന് സമാനമായ വോട്ടുകൾക്ക് LDFൻ്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വരും. അതിനുള്ള സംഘടനാ ഒരുക്കങ്ങളൊക്കെ തന്നെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി സ്ഥാനാർത്ഥികളെ കൂടി ഫീൽഡ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ പെർഫെക്റ്റ് ആവും. ഒരു വലിയ ട്രെൻഡ് വടകര കോഴിക്കോട് മണ്ഡലങ്ങളിലുണ്ട്. പൊതുവേ ഞാൻ പലയിടങ്ങളിൽ പോയി ആളുകളോട് സംസാരിച്ചു, പൊതുപരിപാടികൾ പങ്കെടുത്തപ്പോൾ കാണാൻ സാധിച്ചത് അത് കേരളത്തിലാകെയുള്ള ട്രെൻഡാണ്. അത് ഇവിടെയും കാണാൻ വേണ്ടി സാധിക്കും. അത് ഗോവിന്ദമാഷ് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങൾ. അതിനകത്ത് ഗോവിന്ദമാഷ് വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന ചർച്ച ഈ പറയുന്ന BJP സർക്കാരിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ ഇടതുപക്ഷത്തിനെ സാധിക്കൂ. കേരളത്തിലെ LDF സർക്കാർ നടത്തിയ ജനക്ഷേമ പ്രവർത്തനങ്ങൾ, ഇടപെടലുകൾ, ഇത് വടകരയിൽ വോട്ടർമാർ LDFന് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിന് കാരണമായി മാറും. ദേശീയ തലത്തിലൊരു സംശയം വേണ്ട, BJP സർക്കാരിനെ താഴെയിടും. 2004 എന്താണോ സംഭവിച്ചത് ആ നിലയിൽ ഓരോ സംസ്ഥാനത്തും BJP ഇതര പാർട്ടികൾ വിജയിച്ച് വന്ന് BJP ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ അതിന് മുൻകൈ എടുക്കുന്നത് ഇടതുപക്ഷമായിരിക്കും. കേരളത്തിൽ ഉൾപ്പെടെ വിജയിച്ചു വരുന്ന ഇടതുപക്ഷ MP-മാർ അതിന് മുൻകൈ എടുക്കും.